നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുടുംബങ്ങളെയും സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ തന്നെ വഴിവെച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ തന്നെ ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ട യൂസർ ഫീസ് സംബന്ധിച്ച് നിരവധി പരസ്പര വിരുദ്ധമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഈ മാസം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ വീട്ടിലെത്തി യൂസർ ഫീസ് ആവശ്യപ്പെടുന്നത്? യൂസർ ഫീസ് അടച്ചില്ലെങ്കിൽ നിയമപരമായിട്ട് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമോ? സ്വത്ത് നികുതിയുമായി ഇതിന് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിന്മേൽ എന്തെല്ലാം അധികാരങ്ങളാണ് ഉള്ളതെന്നും വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓരോ പൗരൻ്റെയും കടമയാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത്. ഒരു കാലത്ത് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ വലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പൊതുവഴികളിലും അതോടൊപ്പം തന്നെ തോടുകളിലും പുഴകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിക്കുകയും ഇതിൻ്റെ ഫലമായിട്ട് മലിനീകരണവും വെള്ളക്കെട്ടുകളും മാരകമായ രോഗവ്യാപനങ്ങളുമൊക്കെ തന്നെ അതുപോലെ മണ്ണിലെ ആവാസ വ്യവസ്ഥയുടെയൊക്കെ തന്നെ തകർച്ചയും നമ്മൾ നേരിടേണ്ടി വന്നു. ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഉറവിട മാലിന്യ സംസ്കരണവും അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്ന സംവിധാനവും ശക്തമാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി കുടുംബശ്രീയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേന എന്ന വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃക രൂപീകരിക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യ ഒട്ടാകെ പ്രശംസിക്കുന്ന ഈ ഒരു സംവിധാനം കേരളത്തിലെ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വിജയകരമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ്. പലരും വിചാരിക്കുന്നത് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ വലിയ ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ജീവനക്കാരാണ് എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഹരിതകർമ്മസേനയിലെ ഭൂരിഭാഗം അംഗങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബശ്രീയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വനിതകളാണ്. വെയിലത്തും മഴയത്തും കഠിനാധ്വാനം ചെയ്ത് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി അജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുക എന്നതാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്വം. അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പിന്നീട് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി MCF അഥവാ ക്ലീൻ കേരള കമ്പനിയുടെ സംഭരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും അവിടെ വെച്ച് കഠിനമായിട്ടുള്ള പ്രയത്നത്തിലൂടെ ഇവ പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഇവരുടെ പ്രവർത്തനം വെറും പ്ലാസ്റ്റിക് ശേഖരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് വലിയൊരു പരിസ്ഥിതി സംരക്ഷണ പ്രക്രിയയാണ്. ഇനി പൊതുജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് വരാം. അത് ഞാൻ പ്ലാസ്റ്റിക് നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് പണം നൽകണം? ഇവിടെയാണ് ഏറ്റവും വലിയ നിയമപരമായിട്ടുള്ള തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത്. നമ്മൾ നൽകുന്ന ഈ തുക അത് പ്ലാസ്റ്റിക്കിൻ്റെ തൂക്കത്തിനോ അല്ലെങ്കിൽ അവയുടെ അളവിനോ കണക്കാക്കി നൽകുന്ന ഒന്നല്ല. ഇതൊരു സേവന ഫീസ്, സർവീസ് ഫീ അഥവാ നിങ്ങളുടെ പ്രദേശത്ത് മാലിന്യ ശേഖരണത്തിനായിട്ടുള്ള ഒരു വ്യവസ്ഥാപിത സംവിധാനം നിരന്തരം പ്രവർത്തിക്കുന്നതിനുള്ള ചെലവിലേക്ക് ഓരോ കുടുംബവും നൽകുന്ന പങ്കാളിത്ത തുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം പ്ലാസ്റ്റിക് ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാസം വീട്ടിൽ ഇല്ലായിരിക്കാം. എന്നാൽ അതുകൊണ്ട് ആ പ്രദേശത്തെ സേവനം നിർത്തലാക്കപ്പെടുന്നില്ല. ഹരിതകർമ്മസേന അംഗങ്ങൾ നിങ്ങളുടെ വാർഡിൽ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. അതിനായുള്ള വാഹനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സംഭരണ കേന്ദ്രങ്ങളും റീസൈക്ലിംഗ് ശൃംഖലകളും സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സോ ഈ വലിയ സംവിധാനത്തിൻ്റെ ദൈനംദിന പ്രവർത്തന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഒരു യൂസർ ഫീ ഈടാക്കുന്നത്. പലരും ഹരിതകർമ്മസേനയെ വെറും ഒരു പ്ലാസ്റ്റിക് ശേഖരണ സംഘം മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ അതും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും മാത്രമല്ല അവർ ശേഖരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുന്നുകൂടുന്ന മരുന്ന് സ്ട്രിപ്പുകൾ, പഴയ മൊബൈൽ ഫോണുകൾ, ചാർജറുകൾ, വയറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഈ വേസ്റ്റുകൾ, അതുപോലെ ഗ്ലാസ് കുപ്പികൾ, അലൂമിനിയം ഫോയിലുകൾ, ലോഹവസ്തുക്കൾ, കൃത്യമായി കഴുകി ഉണക്കിയ പാൽ കവറുകൾ, പഴയ തുണിത്തരങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ തുടങ്ങി പുനരുപയോഗിക്കാനായിട്ട് കഴിയുന്ന എല്ലാത്തരം അജൈവ വസ്തുക്കളും ഹരിതകർമ്മസേന ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സാധാരണ പ്ലാസ്റ്റിക് കവറുകൾ ഇല്ലെങ്കിൽ പോലും മറ്റ് അജൈവ മാലിന്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലെന്ന കാരണത്താൽ ഇവ വീട്ടിലിരുന്ന് കത്തിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് ഡയോക്സിൻ പോലെയുള്ള മാരകമായ വിഷവാതകങ്ങളൊക്കെ തന്നെ പുറത്തുവിടാനായിട്ട് അത് കാരണമാവുകയും ശ്വാസകോശ രോഗങ്ങൾക്കും അർബുദത്തിനും വഴിവെക്കുകയും ചെയ്യും. എന്നതിനാൽ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെ സർക്കാർ ശക്തമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരേ നിരക്കിലല്ല യൂസർ ഫീസ് ഈടാക്കുന്നത് എന്നതും പലരിലും സംശയമുണർത്തുന്ന ഒരു കാര്യമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൽ 50 രൂപയായിരിക്കുമ്പോൾ തൊട്ടടുത്ത മുനിസിപ്പാലിറ്റിയിൽ അത് 100 രൂപയോ കോർപ്പറേഷനുകളിൽ 150 രൂപയോ ആകാം. സോ ഇതിനുള്ള കാരണം
ഓരോ പ്രദേശത്തെയും ജനസാന്ദ്രതയും അതോടൊപ്പം തന്നെ പ്രവർത്തന ചെലവും വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ വീടുകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. മാലിന്യത്തിൻ്റെ അളവും താരതമ്യേന കുറവായിരിക്കും. എന്നാൽ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ദിവസേന ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കുന്നുകൂടുന്നത്. ഇത് ശേഖരിക്കാൻ വലിയ തോതിലുള്ള വാഹന സൗകര്യങ്ങളും കൂടുതൽ ജീവനക്കാരും വിപുലമായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങളും ആവശ്യമാണ്. സോ ഈ ഉയർന്നു വരുന്ന പ്രവർത്തന ചെലവ് അത് പരിഗണിച്ചാണ് പ്രാദേശിക ഭരണസമിതികൾ നിയമപരമായി തന്നെ തുക നിശ്ചയിക്കുന്നത്. കൂടാതെ സാധാരണ വീടുകൾ നൽകുന്ന മാലിന്യത്തിൻ്റെ അളവല്ല ഒരു ഹോട്ടലോ സൂപ്പർ മാർക്കറ്റോ മെഡിക്കൽ ഷോപ്പോ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനാൽ തന്നെ വീടുകൾക്കും അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള നിരക്കുകളാണ് നിലവിലുള്ളത്. ഇനി ഈ യൂസർ ഫീസ് അടച്ചില്ലെങ്കിൽ അത് സ്വത്ത് നികുതിയുമായി ലിങ്ക് ചെയ്യപ്പെടുമോ, അല്ലെങ്കിൽ മറ്റ് സർക്കാർ സേവനങ്ങൾ നമുക്ക് തടസ്സപ്പെടുമോ എന്നതിനെക്കുറിച്ച് പലവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിയമപരമായിട്ട് പരിശോധിച്ചാൽ സ്വത്ത് നികുതിയും യൂസർ ഫീസും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ ചുമതലയായതിനാൽ തന്നെ മാലിന്യ സംസ്കരണ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയും യൂസർ ഫീസ് കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2023 അതിനുശേഷവും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചില തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട നികുതി സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ യൂസർ ഫീ കാർഡുകൾ കൂടി പരിശോധിക്കാറുണ്ട്. നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് പരോക്ഷമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മറ്റ് ചില അടിയന്തര സേവനങ്ങളെ ബാധിച്ച്, അതിനാൽ തന്നെ നിയമങ്ങൾ ലംഘിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പ്രദേശത്തെ ചട്ടങ്ങളൊക്കെ എന്താണെന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി സഹകരിക്കുന്നതാണ് ഉചിതം. മാലിന്യ സംസ്കരണത്തിൽ പൗരന്മാർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ കൃത്യമായ അവകാശങ്ങളുമുണ്ട്. നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന യൂസർ ഫീസ് ഏത് ഭരണസമിതി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചറിയാനായിട്ട് നിങ്ങൾക്കും അവകാശമുണ്ട്. ഫീസ് നൽകുമ്പോൾ അതിനുള്ള ഔദ്യോഗിക രസീത് അത് കൃത്യമായിട്ട് ചോദിച്ചു വാങ്ങണം. നിങ്ങളുടെ പ്രദേശത്തെ കൃത്യമായിട്ടുള്ള നിരക്കുകൾ അത് എത്രയെന്ന്, അതിപ്പോൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളാണെങ്കിൽ കോർപ്പറേഷനുകൾ. സോ ഈ ഓഫീസുകളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തുന്നില്ലെങ്കിലോ സേവനത്തിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലോ അത് വാർഡ് മെമ്പറെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ രേഖാമൂലം അറിയിക്കാനും പരാതി നൽകാനും ഓരോ പൗരനും അവകാശം മാത്രമല്ല അധികാരവും ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. വ്യാജ പ്രചരണങ്ങളിൽ വീഴാതെ സുതാര്യമായിട്ടുള്ള രീതിയിൽ ഫീസ് നൽകിക്കൊണ്ട് രസീത് വാങ്ങുകയും ശരിയായിട്ടുള്ള മാലിന്യ സംസ്കരണ രീതികൾ പിന്തുടരുകയും ചെയ്യുക. ശുചിത്വവും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു കേരളത്തിനായിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായും തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോ കാണുന്നവർ നിങ്ങൾ ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.